അതിസമ്പന്നരാണ്. അപ്പോൾ സമ്പന്നതയും മുതലാളിയും മാത്രമല്ല, മറിച്ച് ധിക്കാരം കൂടി വേണം എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ധിക്കാരം, അഹങ്കാരം, വെല്ലുവിളി, ഇതെല്ലാമാണ് പൊതുവിലിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ മുഖമുദ്ര. ജനം വിലയിരുത്തട്ടെ. ഈ ഏതെങ്കിലും ഒരു മാധ്യമ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് കൊണ്ടുവരല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായും അല്ലാതെയുള്ള സഫർണൈസേഷൻ എന്ന് പറയുന്ന അജണ്ടയുടെ ഭാഗമായും സിലബസുകൾ വെട്ടിമാറ്റിയപ്പോൾ അത് പറ്റില്ലെന്ന് നിലപാടെടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. മനസ്സിലായല്ലേ? കേരളത്തിലെ ഏതെങ്കിലും തരത്തിലെ വർഗീയവൽക്കരണത്തിന് അത് കേന്ദ്ര സർക്കാർ നടക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭജനങ്ങൾ പോലും കേരളത്തിലെ സ്കൂളുകളിൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ് സഖാവ് വി ശിവൻകുട്ടി. കേരളത്തിലെ ഗവൺമെൻറ് ആസ് എ ഹോൾ. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോക്കരുത്. കേരളത്തിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം വിശദീകരിച്ചാൽ മതി. PM ശ്രീയിൽ ഒപ്പിടാതിരുന്നാൽ ഈ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അത് പാർലമെൻറ്റിൽ തന്ന ഉത്തരത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഫണ്ട് തരാതിരുന്നതിനെ കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനല്ലേ പാർലമെൻറ്റിൽ പോയേ? ഒരു ചോദ്യം, ഒരു ശബ്ദം കേരളത്തിന് ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന പണത്തെക്കുറിച്ച് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് നേതാക്കൾ മിണ്ടിയിട്ടില്ലല്ലോ. എന്നിട്ടോ ഇപ്പോൾ ഞങ്ങൾ ഒപ്പിടാൻ നിർബന്ധിതരായി. അപ്പോൾ പ്രശ്നം ഉന്നയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ PM ഉഷയിൽ ഒപ്പിട്ടപ്പോൾ ഇവരാരും ഈ നാട്ടിലില്ലായിരുന്നു. PM ഉഷയിൽ ഒപ്പിട്ടു, ഞങ്ങൾ പണം വാങ്ങി മുമ്പോട്ട് പോയി, ഇവരാരും അറിഞ്ഞതേ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പെടുത്ത് വരുമ്പോൾ ഇതിനെ വേറെ തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് കാണാൻ നമുക്ക്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചെലവിൽ ദോഷമുണ്ടാകും എന്നൊന്നും ആരും കരുതണ്ട. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ ആരോഗ്യമുണ്ട്, രാഷ്ട്രീയ ആരോഗ്യമുണ്ട്. അത് നമുക്ക് കാണാം. അത് പരിഹരിക്കും, ശക്തമായി തന്നെ മുമ്പോട്ട് പോകും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വലിയ വിജയം 2 തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. എവിടെ എന്താ AK സെന്ററിലല്ലാതെ പിന്നെ അവർക്ക് വേറെ എവിടെ കൂടിക്കാഴ്ച എടുത്താൽ പറ്റും? നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഓരോ തരത്തിൽ വാർത്തയാക്കുന്നവരാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ അന്ന് നിങ്ങളെല്ലാവരും അവിടെ വന്നിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി പങ്കെടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എന്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്! എന്താന്ന് പിന്നീടാണ് മനസ്സിലായി. നിങ്ങൾ പറയാണ് അസാധാരണമായി. നിങ്ങൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ? മുഖ്യമന്ത്രി പങ്കെടുത്ത് അന്ന് കൂടിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-മത്തെയോ 6-മത്തെയോ ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അദ്ദേഹം പല ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കൂടുന്നു, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റും കൂടി. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയ ദിവസം കൂടാലോ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പങ്കെടുത്ത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നത് നല്ലതല്ലേ? അതുകൂടി നിങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ എന്ത് വാർത്തയാക്കും? അപ്പോൾ ഞങ്ങൾ കമ്മിറ്റി കൂടിയാൽ നിങ്ങൾ വാർത്തയാക്കും, ഞങ്ങളുടെ നേതാക്കൾ ഒരുമിച്ചിരുന്നാൽ നിങ്ങൾ വാർത്തയാക്കും. നല്ലതാണ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. അതാണ് DYFIക്ക് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനുള്ള പ്രധാനപ്പെട്ട ആഭിമുഖ്യം. ആ വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഏറ്റവും ശരിയായ നിലയിൽ ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. KC-RC ഡീലാണ്. KC വേണുഗോപാലും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഡീലാണ്. അങ്ങേറ്റം മാധ്യമപ്രവർത്തകരെ എല്ലാം തെറിവിളിക്കുകയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണിക്കുന്ന വിവേചനം, ധിക്കാരം, ഇതെല്ലാം കാണാല്ലേ? കേരളം വിലയിരുത്തട്ടെ. കേരളത്തിലിപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ വരണമെങ്കിൽ പണ്ടൊക്കെ ഈ ചെരുപ്പിടാതെ നടക്കുന്ന RSS അങ്ങനെയൊക്കെയുള്ളവരെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ സമ്പന്നർക്കല്ല, അതിസമ്പന്നർക്ക് മാത്രം വന്നിരിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റായി കേരളത്തിലെ BJP മാറി. അതിസമ്പന്നരാണ്. അപ്പോൾ സമ്പന്നതയും മുതലാളിയും മാത്രമല്ല, മറിച്ച് ധിക്കാരം കൂടി വേണം എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ധിക്കാരം, അഹങ്കാരം, വെല്ലുവിളി, ഇതെല്ലാമാണ് പൊതുവിലിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ മുഖമുദ്ര. ജനം വിലയിരുത്തട്ടെ.